തവനൂരിൽ നിന്നും നിരവധി തവണയായി ജയിച്ച എം.എൽ.എ. ആയ കെ.ടി. ജലീൽ ഇപ്പോൾ CPIM-ന്റെ കടുത്ത അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ട നിയമസഭാ ചർച്ചയിൽ സമയം കൃത്യതയോടെ പാലിക്കാതെ പ്രസംഗിച്ചതിൻ്റെ പേരിൽ കെ.ടി. ജലീലിനെ സ്പീക്കറായ A.N. ഷംസീർ നടത്തിയ രൂക്ഷ വിമർശനം അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞതിന് ശേഷവും പിന്നീടും പ്രസംഗിച്ചു കൊണ്ടിരുന്ന കെ.ടി. ജലീലിൻ്റെ ആ പ്രസംഗം അവസാനിപ്പിക്കാൻ ഷംസീർ നിരവധി തവണയായി പറയുകയുണ്ടായി. എന്നാൽ അതൊന്നും ജലീൽ ഗൗനിക്കാത്തത് സ്പീക്കറെ വലിയ തോതിലാണ് ചൊടിപ്പിച്ചത്. ഒട്ടേറെ തവണ ആവശ്യപ്പെട്ടിട്ടും കെ.ടി. ജലീൽ എന്തുകൊണ്ട് പ്രസംഗം അവസാനിപ്പിച്ചില്ല എന്നും പ്രത്യേക പരിഗണനയൊന്നും ഇദ്ദേഹത്തിന് ഇല്ലല്ലോ എന്നും സ്പീക്കർ തുറന്നടിച്ചു. മാത്രമല്ല കെ.ടി. ജലീലിനെ ഇപ്പോൾ CPIM വലിയ തോതിൽ അവഗണിക്കുകയാണ് എന്നാണ് അദ്ദേഹം തന്നെ തുറന്നടിച്ചിരിക്കുന്നത്. താൻ അൻവറിൻ്റെ കൂടെ നടന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു അഭ്യുദയകാംക്ഷയായതുകൊണ്ടുമാണോ CPIM അൻവറിനോടുള്ള പക തന്നോടും കാണിക്കുന്നതെന്നാണ് കെ.ടി. ജലീൽ ഇപ്പോൾ മാധ്യമങ്ങൾ മുഖേന ചോദിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ്, കെ.ടി. ജലീലിന് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഇനിയും മത്സരിക്കണമെന്നും ഇനിയും സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കണമെന്നും കെ.ടി. ജലീലിന് അതിയായ ആഗ്രഹമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തവണ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഖുർആൻ വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ആ കാലയളവിൽ അന്ന് കെ.ടി. ജലീൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. ആ മന്ത്രിസ്ഥാനം ഗത്യന്തരമില്ലാതെ രാജിവെക്കേണ്ടി വന്ന സാഹചര്യം എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ ഇപ്പോൾ കെ.ടി. ജലീൽ വലിയ തോതിൽ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും UDF-ന്റെ സഹായത്തോടു കൂടിയെങ്കിലും ജയിക്കാൻ പറ്റുമോ എന്നാണ്. അതിന് കോൺഗ്രസ്സാണ് ഏക വഴി. ലീഗ് ഇനി 7 അയലത്ത് അടുപ്പിക്കില്ല. പ്രത്യേകിച്ചും ലീഗ് നേതാക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് കെ.ടി. ജലീൽ നടത്തിയ പ്രസംഗമൊന്നും ലീഗ് നേതാക്കൾ ഒരു കാലത്തും മറക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോഴത്തെ ആവശ്യമെന്നത് കെ.ടി. ജലീലിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ ഒരു ഇരിപ്പിടമാണ്. അത് ഇനിയൊരു തവണ കൂടി LDF ചെലവിൽ കൊടുക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കെ.ടി. ജലീൽ CPIM-നെ സംബന്ധിച്ചിടത്തോളം പുകഞ്ഞ കുള്ളിയായി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ തവണയും, അതായത് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിനെ മത്സരിപ്പിച്ചതും അദ്ദേഹം അവസാന ഘട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 2000-ഓളം വോട്ടുകൾക്ക് തോൽപ്പിച്ചതും അത്ഭുതകരം തന്നെയായാണ് കേരളത്തിൽ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും ഇപ്പോൾ പ്രശ്നങ്ങൾ അതിസങ്കീർണമായി കഴിഞ്ഞിരിക്കുകയാണ്. ജലീലിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ മുമ്പിൽ യാചിക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഇല്ലാത്ത അവസ്ഥയാണ്. എങ്ങനെയും PV അൻവറിനെ പോലെ ഒരു ദേശീയ അംഗീകാരമുള്ള പാർട്ടിയിലേക്ക് കടന്നു കയറി ചെല്ലാം എന്നുള്ള ആഗ്രഹം തുടക്കത്തിലുണ്ടായിരുന്നു. PV അൻവർ വഴി തൃണമൂൽ കോൺഗ്രസിലേക്ക് ഒരവസരം കിട്ടുമോ എന്നും ജലീൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുവഴി കേരളത്തിൽ വീണ്ടും മത്സരിക്കാൻ കഴിഞ്ഞാൽ അതും ഒരു ഭാഗ്യമായി ജലീൽ കണക്കാക്കും. എന്നാൽ അത് അത്ര പോസിബിൾ അല്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്.